Welcome to Maima's cooking class. Last video I pav buns ആണ് കാണിച്ചത്. ഇന്ന് നമ്മൾ പാവ് ഭാജി മസാലയാണ് ചെയ്യുന്നത്. പാവ് ഭാജി മസാല ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് പൊട്ടാറ്റോസ് എല്ലാം കുക്ക് ചെയ്യാനായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ആദ്യം കുക്കറിൽ പൊട്ടാറ്റോസും ക്യാരറ്റും കൂടെ വേവിച്ചെടുക്കാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന രണ്ട് വലിയ പൊട്ടാറ്റോസ് ആണ്. റഫായിട്ട് ചോപ്പ് ചെയ്തത്. ഒരു ചെറിയ ക്യാരറ്റ്. ഇത് കൂടാതെ നമുക്ക് വെജിറ്റബിൾസ് ബീൻസ്, ക്യാബേജ്, ബീറ്റ്റൂട്ട് അങ്ങനെയുള്ള വെജിറ്റബിൾസും ചേർക്കാം. നമ്മൾ ഇവിടെ ഇത് മാത്രം എടുത്തേക്കുന്നത്. നമ്മൾ പീസ് ഉപയോഗിക്കുന്നുണ്ട്, അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ആഡ് ചെയ്യും. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം. ഇപ്പം പ്രഷർ കുക്കറിൽ വെച്ച് ഫസ്റ്റ് വിസിൽ വന്നു കഴിയുമ്പോൾ തീ കുറച്ച് ഒരു 10 മിനിറ്റ് കൂടെ വെക്കുക. അതുവരെ കുക്ക് ചെയ്തെടുക്കുക. ഈ പൊട്ടാറ്റോ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കി വെക്കാം. അതിനായിട്ട് ഞാൻ കുക്കർ ഇപ്പുറത്തേക്ക് വെച്ചിട്ട് ഇവിടെ നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഈ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ ഓയിൽ. എണ്ണ നന്നായിട്ട് ചൂടായി ഇതിലേക്ക് ഒരു വലിയ സവോള ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ചേർക്കാം. ലൈറ്റ് ബ്രൗൺ ആകുന്ന വരെ കുക്ക് ചെയ്യണം. സവോള കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് സോൾട്ട് കൂടെ ആഡ് ചെയ്യാം. അണിയൻസ് ലൈറ്റ് ബ്രൗൺ ആയി. ഈ സമയത്ത് നമുക്ക് ഗാർലിക് 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും 1/4 ടീസ്പൂൺ ജിഞ്ചർ ചതച്ചതും കൂടെ ഇടാം. ഞാൻ ഗാർലിക്കിൻ്റെയും ജിഞ്ചറിൻ്റെയൊക്കെ റോ സ്മെല്ല് പോകണം, അതുവരെ കുക്ക് ചെയ്യാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത നല്ലൊരു മണം വന്നു. ഈ സമയത്ത് നമുക്ക് ടൊമാറ്റോസ് ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 3/4 കപ്പ് ടൊമാറ്റോ, ഒരു വലിയ ടൊമാറ്റോ ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്. ടൊമാറ്റോസ് ഇട്ടതിനൊപ്പം തന്നെ നമുക്ക് ചില്ലി പൗഡർ, ഞാൻ എടുത്തേക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്, 1 ടേബിൾ സ്പൂൺ അത് ആഡ് ചെയ്യാം. പാവ് ഭാജി മസാല 4 ടീസ്പൂൺ അതോടെ ചേർക്കാം. ഞാൻ ടൊമാറ്റോസ് നല്ല ഉടനെ പേസ്റ്റ് പോലെ ആവണം, അതുവരെ കുക്ക് ചെയ്യുക. ലോ ഫ്ലെയിമിലിട്ട് പതുക്കെ കുക്ക് ചെയ്യുക. ടൊമാറ്റോസ് എല്ലാം നന്നായിട്ട് ഉടഞ്ഞു. ഇനി നമ്മൾ കുക്ക് ചെയ്ത വെള്ളവും പൊട്ടാറ്റോസും എല്ലാം കൂടി ഇതിനകത്തേക്ക് ചേർക്കും. അപ്പോൾ അതിൻ്റെ പ്രഷറെല്ലാം പോകാനായിട്ട് വെയിറ്റ് ചെയ്യുക. പ്രഷർ പോയി കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ കുക്കറിൽ പ്രഷറെല്ലാം റിലീസായി നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, പൊട്ടാറ്റോസ് എല്ലാം നന്നായിട്ട് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഈ വെള്ളത്തോടു കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിനകത്തെ വെള്ളം ഫുൾ ഡ്രൈ ആവണം. ഒപ്പം തന്നെ നമ്മൾ ഈ പൊട്ടാറ്റോസ് എല്ലാം മാഷ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതിന് മുമ്പായിട്ട് നമുക്കൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇടാനുണ്ട്. പൊട്ടാറ്റോസിൻ്റെ വെള്ളം എല്ലാം കൂടെ ചേർത്തു. ഇതിനകത്ത് നമുക്ക് വേവാനായിട്ട് ഇനി പീസും കൂടെ ഉണ്ട്. ഞാൻ എടുത്തേക്കുന്നത് ഫ്രോസൺ പീസ്. അപ്പോൾ അത് ഓൾമോസ്റ്റ് കുക്ക്ഡ് ആണല്ലോ, അപ്പോൾ വലിയ വേവില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഈ സമയത്ത് ആഡ് ചെയ്യും. 1/4 കപ്പാണ് ആഡ് ചെയ്തത്. salt,
ആവശ്യത്തിനിടാം. പൊട്ടറ്റോസും ക്യാരറ്റും എല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇതെല്ലാം അത്യാവശ്യം ഉടഞ്ഞു. ഇനി അതേക്ക് ഞാൻ ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് മല്ലിയില ആഡ് ചെയ്യും. പ്ലസ് കുറച്ച് ക്യാപ്സിക്കം കൂടെ, ഗ്രീൻ ക്യാപ്സിക്കം ഒരു 1/4 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. അപ്പോൾ അത് ആദ്യം ആഡ് ചെയ്യാത്തത് ഒരു ബൈറ്റ് കിട്ടാനായിട്ടാണ്. അതുകൊണ്ട് ടുവേർഡ്സ് ദി എൻഡ് നമ്മൾ ആഡ് ചെയ്യുന്നത്. കുറച്ച് വെള്ളം കൂടെ ചേർക്കുക. പാവ് ഭാജിക്കുള്ള മസാല റെഡിയാണ്. ഇതിനകത്തേക്ക് ലാസ്റ്റ് ഞാൻ കുറച്ച് നന്നായിട്ട് ബട്ടർ ആഡ് ചെയ്യും. അപ്പം സോൾട്ടും ഒക്കെ ചെക്ക് ചെയ്യുക. ഒരു ടേബിൾ സ്പൂൺ ബട്ടർ, ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഭാജി മസാല റെഡിയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പാവ് ബൺസ് അതൊന്ന് ലൈറ്റായിട്ട് ബട്ടറിൽ ടോസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് മോർ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഒരു പാൻ ഹീറ്റ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പാവ് ബൺസ് ചെയ്തു. ആ സെയിം പാവ് ബൺസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് യൂഷ്വലി നമ്മൾ 2 എണ്ണം സെർവ് ചെയ്യാം. 2 എണ്ണോ 4 എണ്ണോ ഓരോ ഡിഷ് അനുസരിച്ച് എടുക്കുക. ഇതൊന്ന് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ബണ്ണാണ്. ലൈറ്റായിട്ട് ബട്ടർ ഒന്ന് അപ്ലൈ ചെയ്യാം. ഞാൻ യൂഷ്വലി പാവ് ഭാജി മസാല ചെയ്യുമ്പോൾ ഇച്ചിരി മസാലയും കൂടി ഇതിനകത്തേക്ക് തേക്കും, പാവിലേക്ക്. എന്നിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കും. ഓക്കെ, സെർവിങ് പ്ലേറ്റിലേക്ക് വെക്കാം. ഇതിലേക്ക് ഭാജി മസാല നല്ലൊരു ക്വാണ്ടിറ്റി സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ എപ്പോഴും നമ്മൾ പാവ് ഭാജി മസാല ചെയ്യുമ്പോൾ ചെറിയൊരു ഗ്ലോബ് ഓഫ് ബട്ടർ മേലെ വെച്ചേക്കും, ചെറിയൊരു ബട്ടറിൻ്റെ ക്വാണ്ടിറ്റി. അടുത്തായിട്ട് ഇതിനകത്തേക്ക് സെർവ് ചെയ്യാനായിട്ട് കുറച്ച് അണിയൻസ്, കുറച്ച് ഗ്രീൻ ക്യാപ്സിക്കം, ഇതൊക്കെ ഓപ്ഷണലാട്ടോ, കുറച്ച് മല്ലിയില, ചെറിയ ലെമണിൻ്റെ പീസും കൂടെ സൈഡിൽ വെച്ച് സെർവ് ചെയ്യാം. യൂഷ്വലി നമ്മൾ എപ്പോഴും കഴിക്കുമ്പോൾ ലെമൺ ഒന്ന് സ്ക്വീസ് ചെയ്ത് ബട്ടറുമായിട്ട് ഭാജി ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെയാണ് കഴിക്കുക. അപ്പോൾ ഇത് ട്രൈ ഔട്ട് ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാവ് ഭാജി മസാലയാണ്. ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാം. ചിൽഡ്രൻ ബൈ.